പെൻസിൽ എങ്ങനെ ഷാർപ്പൻ ചെയ്യണം, ഇത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്, ഞങ്ങളാരും പഠിപ്പിക്കണ്ട എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെൻസിൽ ഡിഫറെൻറ്റ് രീതിയിൽ ഷാർപ്പൻ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും ഷാർപ്പൻ ചെയ്യാം. പക്ഷേ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്രിസ്പ് ആക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നെക്സ്റ്റ് ടൈം ഒന്ന് ഷാർപ്പൻ ചെയ്ത് നോക്കാമോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നൈഫ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നൈഫ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ജസ്റ്റ് തമ്പ് വെച്ചിട്ട് വെറുതെ പതുക്കെ പ്രസ് ചെയ്താൽ മതി. നമ്മൾ നോർമലി ഷാർപ്പൻ ചെയ്യുന്ന പോലെ സ്പീഡിൽ ഷാർപ്പൻ ചെയ്യരുത്, ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ അമർത്തി കട്ട് ചെയ്തെടുക്കണം. സെന്റിലെ ലെഡിനോട് അടുക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ചെയ്യാം, ചെറിയ ചെറിയ പീസുകൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. അധികം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ പാരൻസിന് കാണിച്ചിട്ട് പാരൻസിനോട് ചെയ്തു തരാനായിട്ട് പറയാം. സാൻഡ് പേപ്പർ എടുക്കുക, എന്നിട്ട് അധികം പ്രഷർ കൊടുക്കേണ്ട, അധികം പ്രഷർ കൊടുത്താൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പതുക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഉരയ്ക്കുക. പെൻസിൽ ഇങ്ങനെ കെടുത്തി വെച്ചിട്ട് വേണം ഉരയ്ക്കാനായിട്ട്. അപ്പോൾ നല്ല ഷാർപ്പൻ ചെയ്ത് കിട്ടും. പെൻസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലാ സൈഡും ഒരേപോലെ ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ വളരെ ഷാർപ്പനായിട്ട് പെൻസിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഷാർപ്പനർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇത് വെച്ച് വരച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ പറ്റും. കണ്ടോ? അതും തന്നെയല്ല, ഒരുപാട് ഭാഗത്ത് ലാർജ് ഏരിയാസിൽ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ പെൻസിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ലാർജ് ഏരിയാസ് പെട്ടെന്ന് ഇതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാനും ഇതുപോലത്തെ പെൻസിൽ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ പെൻസിൽ ഇങ്ങനെ മാത്രമല്ല പിടിക്കുക, ഇങ്ങനെയും പിടിക്കാറുണ്ട്. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ലൈറ്റ് ലൈൻസ് ഇടുക. അതുപോലെ തന്നെ ഒരു പെൻസിലിൻ്റെ പുറത്ത് നല്ല കൺട്രോൾ കിട്ടാനായിട്ട് ഈ ഒരു പെൻസിലിൻ്റെ ടിപ്പ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരു സിമ്പിൾ സ്കെച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ചില ഭാഗത്ത് ലൈൻസ് കട്ടി കൂട്ടി, ചില ഭാഗത്ത് കട്ടി കുറച്ചൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഷെയ്ഡ് ചെയ്യാനെങ്കിലും നമുക്ക് അതുപോലെ തന്നെ നീറ്റായിട്ട് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ, കുഞ്ഞു ഡീറ്റെയിൽസൊക്കെ നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്ത് എടുക്കാനും സാധിക്കും. അപ്പോൾ പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുള്ളാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.